സൗദി അറേബ്യയിലെ കുർണാത്തയിൽ 10 മലയാളികൾ വെള്ളമോ ഭക്ഷണമോ കിട്ടാതെ തടങ്കലിൽ കഴിയുന്നു. 1 ലക്ഷം മുതൽ 1.5 ലക്ഷം രൂപ വരെ ട്രാവൽ ഏജൻസികൾക്ക് നൽകിയാണ് പലരും ഗൾഫിലെത്തിയത്. തടങ്കലിൽ കഴിയുന്നവരുടെ ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു. മലപ്പുറം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 10 യുവാക്കൾ നവംബർ 8-നാണ് സൗദിയിലെത്തിയത്. പച്ചക്കറി മാർക്കറ്റിൽ ലോഡിംഗ് അൺലോഡിംഗ് ജോലിയായിരുന്നു 10 പേർക്കും വാഗ്ദാനം ചെയ്തിരുന്നത്. വിസയ്ക്കായി പെരിന്തൽമണ്ണയിലെ 3 സ്റ്റാർ ട്രാവൽസും കോഴിക്കോട്ടെ റൈബാൻ ട്രാവൽസും 1 ലക്ഷം രൂപ മുതൽ 1.5 ലക്ഷം രൂപ വരെ ഈടാക്കുകയും ചെയ്തു. പൈസ ഞങ്ങൾ 1.5 ലക്ഷം കൊടുത്തുകൊണ്ട് പോകുന്നതാണ്. ഏജന്റുമാര് പറഞ്ഞ ഞങ്ങൾ സൗദി അറേബ്യയിൽ ലോഡിംഗ് അൺലോഡിംഗ് ആണ് പരിപാടി. റിയാദില് അസീസിയ മാർക്കറ്റിൽ പണി ഇറക്കാണ്ട് കയറ്റിയാണ്. ഇവിടെ എത്തിയപ്പോൾ അവര് ഞങ്ങളെ അയലിക്ക് വിട്ടു. അയലിലാണെങ്കിൽ അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല. എന്നാൽ ചെയ്യണ പണി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ദിവസം 80 റിയാൽ കഫീലിന് കൊടുക്കണം. മാസത്തിൽ 2400 റിയാൽ കൊടുക്കണം. ട്രാവൽ ഏജൻസി പറഞ്ഞ കമ്പനിയിലെത്തിയപ്പോഴാണ് പണിയില്ലെന്ന കാര്യം മനസ്സിലായത്. ഇക്കാമ പോലും ഇവർക്ക് നൽകിയിരുന്നില്ല. ജോലിയില്ലെങ്കിൽ നാട്ടിലേക്ക് തിരിച്ചയക്കണമെന്നാവശ്യപ്പെട്ടപ്പോഴാണ് തടങ്കലിലാക്കിയത്. സഹായം ചോദിച്ച് ഏജന്റിന്റെ വീട്ടിലെത്തിയ ബന്ധുക്കളെ കള്ളക്കേസിൽ കൊടുക്കുകയും ചെയ്തു. ഞങ്ങൾ അയാളെ വീട്ടിൽ ചെന്ന് അതിക്രമിച്ച് ഭീഷണിപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കേസ് കൊടുത്തത്. തടങ്കലിൽ കഴിയുന്നവരെ രക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യൻ എംബസിക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകി കാത്തിരിക്കുകയാണ് ബന്ധുക്കൾ. റാഹീസ് റഷീദ്, റിപ്പോർട്ടർ, മലപ്പുറം.